സത്യപ്രതിജ്ഞാ വിവാദം തെരുവ് യുദ്ധത്തിലേക്ക് വഴിമാറുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഭവിച്ചതെന്ത്? സത്യപ്രതിജ്ഞാ വിവാദം കത്തിപ്പടരുന്നതിനിടയിൽ മേയർ വി രാജേഷിനെ ഓഫീസിൽ കയറ്റില്ലെന്ന കടുത്ത നിലപാടിലായിരുന്നു CPM. എന്നാൽ ഒരിഞ്ച് പോലും പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ച് BJP കൗൺസിലർമാർ പ്രതിരോധം തീർത്തതോടെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു യുദ്ധക്കളമായി മാറിയത്. നഗരസഭയ്ക്കുള്ളിലും പുറത്തുമുണ്ടായ കടുത്ത ഉന്തിലും തള്ളിലും അടിപിടിയിലും പോലീസുകാർക്കും കൗൺസിലർമാർക്കും പരിക്കേറ്റതോടെ തലസ്ഥാന നഗരിയിൽ അതീവ ഗുരുതരമായ ക്രമസമാധാന പ്രശ്നമാണ് ഉടലെടുത്തിരിക്കുന്നത്. സംഘർഷങ്ങൾക്കൊടുവിൽ മേയർ പുറത്തുവന്ന് കാറിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ CPM പ്രവർത്തകർ കാർ വളഞ്ഞ് കടുത്ത ഭാഷയിൽ കൂക്കി വിളിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തു. നിലവിൽ നഗരസഭാ പരിസരത്ത് കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പ്രദേശത്ത് ഇപ്പോഴും കടുത്ത രാഷ്ട്രീയ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. കൗൺസിൽ മീറ്റിംഗ് 29-ാം തീയതി 10 മണിക്ക് വിളിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് സത്യപ്രതിജ്ഞ ചടങ്ങ് നേരെ ചൊവ്വേ നടത്തേണ്ട മേയറാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ നേരത്തെ വെച്ച് 20 പേരെയും സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി എടുക്കുന്നതിന് പകരം തികച്ചും കോടതി പറഞ്ഞിരിക്കുന്ന ഒരു തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന നടപടി ഞങ്ങൾ ഇനിയും തെറ്റ് തന്നെ ചെയ്യുമെന്ന് പറയുന്ന രൂപത്തിൽ 3 മണി കഴിഞ്ഞതിന് ശേഷം ചില മാധ്യമങ്ങളിൽ ഈ പറയുന്ന മേയറാണ് അറിയിപ്പ് കൊടുക്കുന്നത്. ഗുണ്ടാപ്പണി നടത്തുന്ന സുഗതൻ എന്ന് പറയുന്ന ആളിനെ മാറ്റി നിർത്തണമെന്നുള്ള ഞങ്ങളുടെ ജനാധിപത്യപരമായിട്ടുള്ള ആവശ്യത്തെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ട് സുഗതന്റെ കൂടെ ഞങ്ങൾ ഇനിയും നിൽക്കും, ഗുണ്ടാ തലവനെ ഞങ്ങൾ ഇനിയും സംരക്ഷിക്കുമെന്ന് പറയുന്ന നിലപാടെടുത്തിട്ടുള്ള ഒരു ബ്രീഫ് സ്റ്റോറിയല്ലേ ഇവർ നടത്തിയത്. അപ്പോൾ അങ്ങനെ ഇടിച്ചു നിരത്തി ഞങ്ങൾ 2-3 പേർക്ക് ഗുരുതരമായിട്ടുള്ള പങ്ക് പറ്റി. ജനാധിപത്യ രൂപത്തിലുള്ള സമാധാനപരമായിട്ടുള്ള സമരത്തിനാണ് ഞങ്ങൾ നേതൃത്വം കൊടുത്തത്. ഇവിടെ നടന്ന സംഭവം എന്ത്? അവിടെ നടന്ന സംഭവം ഒരു കൂട്ടം RSSന്റെയും BJPയുടെയും പ്രവർത്തകരോടൊപ്പം തന്നെ 4-5 കൗൺസിലർമാരോടൊപ്പം ഈ മേയർ ഗൂണ്ട നായകൻ പോകുന്നത് പോലെ വളരെ താണ്ഡവമാടിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ ആ രൂപത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് എത്തുകയും ഞങ്ങളെല്ലാം തന്നെ മറച്ചിട്ടുകൊണ്ട് കടന്നു പോകുന്ന രൂപത്തിലേക്കാണ് എത്തപ്പെട്ടിട്ടുള്ളത്. LDFന്റെ 3 കൗൺസിലർമാർ ഇന്ന് ആശുപത്രിയിലാണ്. വനിതാ പോലീസ് അടക്കമുള്ളവർ ആശുപത്രിയിലാണ്. ഏതെങ്കിലും സമരത്തെ സംബന്ധിച്ച് ഏതെങ്കിലും ഭരണതലത്തിൽ ഇരിക്കുന്ന ആളുകൾ സമരത്തെ നേരിടുന്നതിന് വേണ്ടി ഇത്തരം സമീപനങ്ങൾ സ്വീകരിക്കാറുണ്ടോ? സ്വീകരിക്കാറില്ല എന്നുള്ളതിന്റെ തെളിവ് തന്നെ തിരുവനന്തപുരം നഗരസഭയിൽ ഈ BJPയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള മുൻകാല സമരങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതിയാകുന്നതാണ്. ഈ രാഷ്ട്രീയ വാശിയിൽ ഒടുവിൽ ജനപ്രതിനിധികൾക്കുൾപ്പെടെ പരുക്കുപറ്റി. കാട്ടായിക്കോണം കൗൺസിലർ സിന്ധു ശശിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. തിരുവനന്തപുരത്ത് മേയർക്കെതിരെ LDF നടത്തിയ സമരം സംഘർഷത്തിൽ അവസാനിച്ചിരിക്കുകയാണ്. നിരവധി പേർക്കാണ് ഈ ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റിരിക്കുന്നത്. LDFന്റെയും BJPയുടെയും കൗൺസിലർമാർക്ക്, അതും സ്ത്രീകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. നിലവിൽ സിന്ധു ശശി പ്രാഥമിക ചികിത്സകൾക്കായി ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അവരെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്.